മീൻ വറുത്ത ചട്ടിയിൽ മീൻ വറുത്തത് ഞാനിവിടെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ വറുത്ത ചട്ടിയിലൊരു മാജിക് കാണിക്കാൻ പോകണ്ട. എൻ്റെ ഫേവറേറ്റ് ഐറ്റം എന്താണ്? മത്തിയിൽ കൊടംപുളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതിൽ ആവശ്യമില്ല. ശരിക്കും ഇതിൻ്റെ റെസിപ്പിയിൽ മുളക് പൊടി ആവശ്യത്തില്ല. പക്ഷേ ഇത് ഒരു യെല്ലോയിഷ് കളർ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇതിലിടുന്നുണ്ട്. കൊടംപുളിയാണ് ഇതിൻ്റെ മാസ്റ്റർ പീസ്. ഇത് ഞാൻ മീൻ പൊരിച്ച ചട്ടിയിലേക്ക് ഇങ്ങനെ കൊട്ടി. നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണിത്. അപ്പോൾ അതിൽ ഒപ്പിച്ചപ്പോൾ തന്നെ ഒരു സ്മെല്ല് വന്നിട്ടാണ്. ഓക്കെ, നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്. അതിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോ. മത്തി എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷനരിയുടെ ചോറും ഇതും. അതിങ്ങനെ മീൻ പൊരിച്ച ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം ആ വെളിച്ചെണ്ണയിൽ അതിൻ്റെ ആ ഒരു സ്പൈസസിൽ ഈ കൊടംപുളി കിടന്ന് ഞാൻ അങ്ങോട്ട് വേവും. ഇതിടുമ്പോഴത്തേനും പെട്ടെന്ന് കഴിയുന്നൊരു സംഭവമാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളികേരത്തിൽ ഉണക്കമുളകുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, പിന്നെ നമ്മളെ കറിവേപ്പില, അത് കണ്ട ഇത്ര ഐറ്റംസേ ഉള്ളൂ. ഉപ്പിട്ടിട്ടുണ്ട്. ഇതെല്ലാം ഇതിലേക്ക് അങ്ങോട്ട് കൊട്ടും. മത്തിപ്പീര ഇതുണ്ടെന്നുണ്ടെങ്കിൽ ചോറ് തിന്ന് വയറ് നിറയണത് അറിയത്തില്ല. ഞാൻ ഈ ഗുണ്ട് പോലെ വരുന്നത് ഇതുപോലുള്ള ഐറ്റംസൊക്കെ കഴിച്ചിട്ടാണ്. കാരണം ഇത് ഒരു രക്ഷയില്ലാത്ത ഐറ്റംസാണ്. കാരണം ആ കൊടംപുളി, ആ മീൻ പൊരിച്ച വെളിച്ചെണ്ണയിൽ മത്തി കിടന്ന് വേവുന്നതും അതിൻ്റെ ഒപ്പം സ്മെല്ലോ കപ്പേരിഞ്ചീരകവും ഇഞ്ചി വെളുത്തുള്ളി. ഞാൻ പറഞ്ഞില്ലേ, ഇത് ശരിക്കും ഒരു യെല്ലോയിഷ് കളറാണ്. ഇതിന് ശരിക്കും റെസിപ്പിയിൽ വരാം. പക്ഷേ ഞാൻ ഈ മീൻ പൊരിച്ച വെളിച്ചെണ്ണ ഉപയോഗിച്ചത് കൊണ്ടും എൻ്റെ ഒരു താല്പര്യപ്രകാരം കുറച്ച് മുളക് പൊടി ഇട്ടത് കൊണ്ടും ഇതിൻ്റെ കളറ് ഇത് റെഡിഷായിട്ട് കിട്ടും. അതാണ് ഭംഗി. ഏതൊരു ഫുഡും കഴിക്കുമ്പോൾ നമുക്കൊരു താല്പര്യം ഉണ്ടല്ലോ, കഴിക്കാൻ തോന്നുന്നത്. ഇതിങ്ങനെ നമ്മളിങ്ങനെ ചിക്കി എടുത്ത് മത്തിയുടെ മുള്ളടക്കം പൊടിഞ്ഞു. എന്നിട്ട് പിന്നെ ഇതിൽ നമ്മൾ ചെയ്യുന്നത് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഗ്യാസ് നമ്മൾ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ. എൻ്റെ പച്ച വെളിച്ചെണ്ണ എന്താ അങ്ങനെ ഇരിക്കണമെന്നറിയോ? ഞാൻ വെളിച്ചെണ്ണ മേടിച്ചുകൊണ്ടുവന്നത്, പാലും മേടിച്ചുകൊണ്ടുവന്നത്, കൊപ്പവും തൈരും അതെല്ലാം കൂടെ ഒന്നിച്ച് അങ്ങോട്ട് ഫ്രിഡ്ജിൽ വെച്ച് പോയി തിരക്കിനിടയിൽ. ഇപ്പം എടുത്തപ്പോണ്ട് അത് ഇതുപോലെ ഗീ പോലെ ഇരിക്കുകയാണ്. ലാസ്റ്റ് ഈ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് സെറ്റായി കഴിഞ്ഞാൽ എൻ്റെ സാറേ നമ്മളെ റേഷനരിയുടെ ചോറും മീൻ വറുത്തതും മത്തിപ്പീര് കുറച്ച് പച്ചമോരും. ഓ നല്ല മണം. അപ്പം പിന്നെ കാണാം, കഴിക്കട്ടെ കേട്ടോ.